ഒരു കുടുംബം അവരുടെ ആയുഷ്കാലം അത്രയും സമ്പാദിച്ച പണം കൊണ്ട് തങ്ങളുടെ സ്വപ്ന വീട് സ്വന്തമാക്കുകയാണ്. വലിയൊരു വീടാണ്. ആ ഒരു വീടിന്റെ മുൻവശത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ട് വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട്. കൂടാതെ വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു കോളനിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടും പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. എന്നാൽ അവർ ആ ഒരു വീടിനുള്ളിലേക്ക് താമസം മാറുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ ഒരു വീടിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന പോസ്റ്റ് ബോക്സിലേക്ക് ഒരു അനോണിമസ് ആയിട്ടുള്ള ലെറ്റർ അവർ തേടിയെത്തുകയാണ്. അത് കേവലം ഒരു വെൽക്കം ലെറ്റർ ആയിരുന്നില്ല, മറിച്ച് ആ ഒരു ലെറ്ററിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു: 657 ബൂളവാർഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീട് ഞാൻ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതായിരുന്നു ആ ഒരു ലെറ്ററിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്ത് ഇത് കേവലം തമാശയ്ക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കാം എന്നുള്ള രൂപേണ അവർ മൈൻഡ് ചെയ്യാതെ ആ ഒരു വീടിനുള്ളിലേക്ക് താമസം മാറുന്നുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്ററുകൾ ഒരുപാട് ആ ഒരു വീടിന്റെ പോസ്റ്റ് ബോക്സിലേക്ക് വരാനായിട്ട് തുടങ്ങി. എന്നാൽ ഓരോ തവണ ലെറ്ററുകൾ വരുമ്പോഴും ആ ഒരു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ പറ്റിയും അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അവർക്ക് ആ ലെറ്റർ അയച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയായിരിക്കാം ആ ഒരു കുടുംബത്തിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരെ കുറിച്ചിട്ടും ആ ഒരു വ്യക്തിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? അന്ന് ആ ഒരു വീടിനുള്ളിലേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുടുംബം പിന്നീട് കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയായിരുന്നു. എന്തായിരുന്നു ആ ഒരു കുടുംബത്തിന് പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു അവർക്ക് ഈ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി? ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള മിസ്റ്ററി കേസുകളിൽ ഒന്നായിട്ടുള്ള ദ വാച്ചർ ഹൗസിന്റെ കഥയെ കുറിച്ചിട്ടാണ്. ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ജൂൺ മാസം അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന സംസ്ഥാനത്തിലെ വെസ്റ്റ് ഫീൽഡ് എന്ന ഒരു പ്രദേശം. വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നരുമൊക്കെ താമസിക്കുന്ന, കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറവുള്ള ശാന്തമായിട്ടുള്ള ഒരു പ്രദേശം. ഡെറക് ബ്രോഡസും തന്റെ ഭാര്യയായിട്ടുള്ള മരിയയും ചേർന്നിട്ട് തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നടത്തുന്ന ഒരു ദിവസം. 657 ബൂളവാർഡ് എന്ന് പറയുന്ന തങ്ങളുടെ സ്വപ്ന ഭവനം $1.3 മില്യൺ അവർ പർച്ചേസ് ചെയ്യുകയാണ്. പുതിയ പെയിന്റിങ്ങുകളും പുതിയ ഫർണിച്ചറുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മുറികളും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെയധികം പ്രത്യേകതയുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയായിരുന്നു അത്. അവരെല്ലാവരും തന്നെ ആ ഒരു വീടിനുള്ളിലേക്ക് താമസം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഡെറക് തന്റെ വീടിന് മുറ്റത്തുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ വീടിന് മുൻപിലുള്ള പോസ്റ്റ് ബോക്സിൽ ഒരു വെളുത്ത കവർ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ഒരു വെളുത്ത കവർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള ലെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അയച്ചയാളുടെ പേരോ വിവരങ്ങളോ അഡ്രസ്സുകളോ ഒന്നും തന്നെ ആ ഒരു ലെറ്ററിന് പുറമെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേവലം ഒരു സ്റ്റാമ്പ് മാത്രമായിരുന്നു ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ലെറ്റർ ഓപ്പൺ ചെയ്തതോടു കൂടിയാണ് അവന്റെ ജീവിതം തന്നെ മാറി മറിയുന്നത്. ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: ഡിയർ ന്യൂ നെയ്ബർ, 657 ബൂളവാർഡിലേക്ക് സ്വാഗതം. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ സമയത്ത് വളരെയധികം നോർമലായിട്ട് തങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ഒരു വെൽക്കം ലെറ്റർ തന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡെറക്കിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു കത്തിൽ പിന്നീട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു: ഈ ഒരു വീടിനെ എൻ്റെ കുടുംബം പതിറ്റാണ്ടുകളായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എൻ്റെ മുത്തച്ഛനും എൻ്റെ അച്ഛനും ഈ ഒരു വീടിനെ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എൻ്റെ ഊഴമാണ്. ഇത് വായിച്ച സമയത്ത് ഡെറക് ഒരു നിമിഷം നിശബ്ദനായി മാറി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരെ കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ആരാണ് ഈ ലെറ്റർ തങ്ങൾക്ക് അയച്ചിട്ടുള്ളത്? ഇതിനുശേഷം വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീടിന്റെ ചുമരുകൾക്കുള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒരു വീടിന്റെ ബേസ്മെന്റുകളിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒരു വീടിന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് വിചിത്രമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നീട് ആ ഒരു കത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇതിനുശേഷം നിങ്ങളുടെ കുട്ടികളെ കാണാൻ വളരെയധികം മനോഹരമാണ് എന്നൊരു വാക്കും കൂടി ആ ഒരു ലെറ്ററിന്റെ അവസാന ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ട സമയത്ത് ഡെറക്ക് വളരെയധികം ഭീതിയോട് കൂടിയിട്ട് തന്നെയായിരുന്നു ചുറ്റും നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു വീട്ടിനുള്ളിലേക്ക് അവർ താമസം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ തങ്ങളുടെ കുട്ടികളെ ആ ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വീടിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോലും തങ്ങളുടെ കുട്ടികളെ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് തനിക്ക് കുട്ടികളുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഈ കത്തെഴുതിയ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുക? വളരെയധികം ഹൊറിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ലെറ്റർ തന്നെയായിരുന്നു അതെന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കത്ത് വായിച്ചതിന് ശേഷം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഈ ഒരു കത്ത് ഡെറക്ക് കാണിക്കുകയാണ്. എന്നാൽ ഈ ഒരു കത്ത് രണ്ടുപേരും വായിച്ചപ്പോൾ അവൾക്ക് വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നിട്ട് ആ ഒരു കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസിനെ ഈ ഒരു കത്ത് കാണിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിവരം ആരോടും തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോകരുത് എന്നായിരുന്നു. അതിനുശേഷം അവർ ആ ഒരു വീട്ടിനുള്ളിലേക്ക് ഓരോ തവണ പോകുമ്പോഴും തങ്ങളെ ആരോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ഭീകരമായിട്ടുള്ള തോന്നൽ തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് വീണ്ടും ഒരു ലെറ്റർ ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്ക് ആ ഒരു വീടിനുള്ളിലേക്ക് അവരെല്ലാവരും തന്നെ താമസം മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിലെ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അന്നത്തെ കത്തില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കൂടുതൽ ഭയാനകമായിരുന്നു. ആ ഒരു വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തന്നെ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ആരോ വാച്ച് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു കത്തിനുള്ളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വീടിനുള്ളിൽ ഇപ്പോൾ തൊഴിലാളികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തങ്ങളുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട് ഇപ്പോൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെയധികം ക്ലോസ് ആയിട്ട് ആ ഒരു വാച്ചർ ആ ഒരു വീട് നിരീക്ഷിക്കുന്നുണ്ട് എന്നതിന് വലിയൊരു ഉദാഹരണമായിട്ടായിരുന്നു പിന്നീടുള്ള കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തില് തുടർച്ചയായിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ലെറ്റേഴ്സ് വരാൻ തുടങ്ങിയ സമയത്ത് പോലീസ് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതിനെ തുടർന്നിട്ട് അയൽവാസികളെയും അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ മുൻ ഉടമകളെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അവരിൽ ആരും തന്നെ ആയിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർ തന്നെ പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ലെറ്ററുകൾ വർഷങ്ങൾക്ക് മുൻപ് അവർക്കും വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ അന്നത്തെ കാലത്ത് അവരിതൊന്നും വലിയ രീതിയിൽ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇത്തരത്തിലുള്ള എല്ലാവരുടെയും തന്നെ ഇത്തരത്തിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയ സമയത്ത് പോലീസുകാർ ഈ ഒരു കത്തിനെ ഫോറൻസിക് എക്സ്പേർട്സിനെ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്തെങ്കിലും വിധത്തിലുള്ള വിരൽ അടയാളങ്ങളോ DNA സാമ്പിളുകളോ ഈ ഒരു കത്തിന്റെ മുകൾ വശത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ അതുവഴി ഈ ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് കണ്ടെത്താമെന്നായിരുന്നു പോലീസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫോറൻസിക്കിന്റെ ടെസ്റ്റുകളിൽ നിന്ന് ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. യാതൊരു വിധത്തിലുള്ള DNA സാമ്പിളുകളോ വിരലടയാളങ്ങളോ ആ ഒരു കത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പോരാതെ പോസ്റ്റ് ഓഫീസ് യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനാൽ തന്നെ ആരാണ് ഈ ഒരു കത്ത് അയച്ചത് എന്നതിനെ പറ്റിയും പോലീസിന് യാതൊരു വിധത്തിലുള്ള തെളിവും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തില് വളരെ സ്ട്രെയിഞ്ച് ആയ രീതിയിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷനും ലഭിക്കാതെ ആയപ്പോൾ അയൽവാസികളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ മുന്നുടമകളിലേക്കും അതുപോലെ തന്നെ മാനസിക അസ്വസ്ഥതയുള്ള ഒരാളായിരിക്കാം ഇതൊക്കെ ചെയ്തത് എന്നതിനെ തുടങ്ങിയിട്ട് ഒരുപാട് സംശയങ്ങൾ പോലീസിന്റെ ഉള്ളിൽ ഉടലെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരെയും തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ ഇത്തരത്തിൽ കടന്നു പോയതിനു ശേഷം ഈ ഒരു കേസ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ ഈ ഒരു കേസ് ചർച്ച ചെയ്യപ്പെടാനായിട്ട് തുടങ്ങിയ സമയത്ത് ഒരുപാട് തിയറികളായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ചെയ്യുന്നത് വളരെയധികം മാനസിക രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ആ ഒരു വീടിനടുത്ത് താമസിക്കുന്ന ഒരു നെയ്ബർ തന്നെയായിരിക്കാം എന്നായിരുന്നു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീടിന്റെ വാല്യൂ ഇടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ മൂല്യം ഇടിക്കാനായിട്ട് ചില ആളുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു കഥയായിരിക്കാം എന്നായിരുന്നു. അതുകൂടാതെ മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു പാരാനോർമൽ എൻറ്റിറ്റിയുടെ പ്രസൻസ് ആ ഒരു വീടിന് ചുറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ഒരുപാട് തിയറികളായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ തിയറികൾ ഒന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ കേവലം മനുഷ്യന്റെ ഗസ്സുകൾ മാത്രമായിട്ട് തുടരുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു വീട് വിട്ടിട്ട് ഡെറക്കും തന്റെ ഫാമിലിയും പോകുന്നുണ്ട്. അവര് ആ ഒരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്ന നഷ്ടം പോലും സഹിക്കാതെ അല്ലെങ്കിൽ ആ ഒരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്നതിന്റെ
പകുതി വില കൊടുത്തിട്ടാണ് ആ ഒരു വീട് വിറ്റിട്ട് അവരവിടെ നിന്ന് പോകുന്നത്. എന്തായിരുന്നു ആ ഒരു വീട്ടിനുള്ളിൽ സംഭവിച്ചത്, ആരായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ലെറ്റേഴ്സ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ വലിയൊരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിന് പുറകെ വരുന്ന ഒരൊറ്റ ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ആരായിരുന്നു ആ വാച്ചർ? ആരായിരുന്നു തങ്ങളെ ഇത്രയധികം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ? അതൊരു മനുഷ്യൻ തന്നെയായിരുന്നോ, അതോ തലമുറകളായിട്ട് ആ ഒരു വീടിനെ ബാധിച്ചിരുന്ന ഒരു ശാപമായിരുന്നോ? എന്താണ് ഈ ഒരു കേസിന്റെ അവസാനം എന്നതിനെ പറ്റിയിട്ട് ആർക്കും തന്നെ അറിയില്ല. ഈ ഒരു കേസ് ഇന്നും വലിയൊരു അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി കേസുകളുടെ ലിസ്റ്റിൽ ഇന്നും വാച്ചർ ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഹൗസിന്റെ കഥ നമുക്ക് കാണാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള മിസ്റ്ററി ഹൊറർ കോണ്ടന്റ്സിനായിട്ട് സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.